ഹായ് ഹലോ ചങ്കുമുത്തുമിള്ള എല്ലാവർക്കും നമസ്കാരം. ദിലീപ് ബി എം ബ്ലോഗിലേക്ക് സ്വാഗതം. ചങ്കള, ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, ഈ വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നത് കാരണം ഇതാണ്, ഒരു റിക്വസ്റ്റാണ്. കാരണം എൻ്റെ ഈ ചാനലിൽ നിന്ന് ഞാൻ 2 ഷോർട്സ് വീഡിയോ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നൊരു ചാനലായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, ഒരുപാട് ഡൗൺ ആയിപ്പോയി. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇതൊന്ന് മുന്നോട്ട് കയറി വരുള്ളൂ. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഈ ചാനലൊന്ന് ഗ്രോ ആയിട്ട് വരും. അതിന് നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, റിക്വസ്റ്റാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. താങ്ക് യു. വൈകുന്നേരങ്ങളിൽ തട്ടുകടയിൽ കിട്ടുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈ, അത് ചെറിയ പീസുകളാക്കി നല്ല രീതിക്ക് ഇതുപോലെ ചെയ്ത് കഴിക്കണം. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്താലും എല്ലാവർക്കും കൊടുത്താലും, പിന്നെ ഈ എന്താ പറയുക, മറ്റേ ടച്ചിൻസ് ഒക്കെ പൊളിക്കും. നോക്കാലോ. അതിന് ഇതുപോലെ ചിക്കൻ വാങ്ങിയതിന് ശേഷം ചിക്കൻ ചെറുതായിട്ട് ഇതേ സൈസിന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. നല്ല ഇരിക്കുന്നത് ഇതേ പീസായിരിക്കണം, ഒരുപാട് വലുപ്പമൊന്നും വേണ്ട. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത പീസാണ് കേട്ടോ, എല്ലില്ലാത്ത പീസാണ് നോക്കി എടുത്തിരിക്കുന്നത്. അത് നോക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി, നല്ല രീതിക്ക് ചിക്കനൊക്കെ വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് കളറൊക്കെ കിട്ടണ്ടേ. കാശ്മീരി മുളക് പൊടി, ലേശം ഓയിൽ എന്തിനാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മസാലക്കൂട്ട് ഈ ചിക്കനിൽ നല്ല രീതിക്ക് പിടിച്ചിരിക്കും. ഈ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അങ്ങ് പിടിക്കും. എന്നിട്ട് നല്ല രീതിക്ക് ഇതുപോലെ കൈ കൊണ്ട് നല്ല രീതിക്ക് പിശകി ഈ മറ്റേ മസാലയെല്ലാം നല്ല ചിക്കനിൽ മൊത്തം പിടിക്കുന്ന രൂപത്തിൽ റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം. ഇതുപോലെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലെ കണ്ടില്ലേ, മസാല എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായില്ലേ, നല്ല കളറൊക്കെ നോക്കിയേ, പൊളിയായില്ലേ. ഇതിന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇതേപോലെ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കിയ ശേഷം ഇത് കുറച്ചങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറേ കഴിഞ്ഞ് റെസ്റ്റൊക്കെ ചെയ്ത് നല്ല രീതിക്ക് ആയിക്കഴിഞ്ഞ ശേഷം എന്താ, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, എൻ്റെ മൊബൈൽ വെള്ളത്തിൽ വീണോ അല്ലെങ്കിൽ എണ്ണയിൽ വീണോ? അല്ലടാ, മൊബൈൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതാണേ. അങ്ങനെ ഇങ്ങനെ നമ്മളെ എണ്ണ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പീസുകൾ പറക്കി അതിലോട്ടങ്ങ് വെച്ച് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ അവസാനം നിങ്ങൾ കണ്ടു നോക്കുക. അവസാനം നിങ്ങൾ കാണുമ്പോൾ അതിൽ കുറച്ച് പരിപാടി കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, അതുപോലെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എണ്ണയിലൊക്കെ ഇടുന്നുണ്ട്, അങ്ങോട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നല്ല രീതിയിൽ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ കിടക്കുമ്പോഴേ തിരിച്ചും മറിച്ചൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് ഫ്രൈ ആവണം. 2 സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഫ്രൈ ആയി ഉണ്ടാകില്ലേ, കളറൊക്കെ മാറി കണ്ടില്ലേ, ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് കോരി മാറ്റാം. ഇനി കുറച്ച് വെളുത്തുള്ളി തോട് പൊളിക്കാതെ ജസ്റ്റ് ഒന്ന് ചതച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു സവാളയും എടുത്ത് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അത് വിട്ടും, ഒരു 5-6 പച്ചമുളകും ഇതുപോലെ എടുത്ത് ജസ്റ്റ് ഒന്ന് കീറിയിട്ടാൽ അത്രയും നല്ലത്. അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടി ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മളെ ചിക്കൻ ഫ്രൈയുടെ മുകളിലോട്ട് അങ്ങ് ഇടും. ആ ഒരു മസാല മാത്രം മതി, കഴിച്ചാൽ ചോറൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം മുറുന്നുണ്ട്. അപ്പോഴിത് ഉണ്ടാക്കി കഴിച്ചപ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ചങ്കുകളെ മുത്തുമണികളെ, ഇത് നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കും, പൊളിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.